ഹായ്, ഒരു അടിപൊളി പിസ്സ സോസ് ഉണ്ടാക്കിയാലോ? ഇത് പിസ്സ സോസായിട്ട് മാത്രമല്ല, നമുക്ക് വെജ് കറിക്ക് നല്ല ഗ്രേവി ആയിട്ടും പിന്നെ നമുക്ക് പനീർ കറിക്കൊക്കെ ഗ്രേവി ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് 3 തക്കാളിയാണ്. നല്ല വലിയ തക്കാളിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ 3 എടുത്തത്. ചെറുതാണെങ്കിൽ ഒരു 4-5 എണ്ണമൊക്കെ എടുക്കേണ്ടി വരും. എന്നിട്ട് അതിൻ്റെ പുറകിൽ ഞാൻ സ്ലിറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്രോസ് ആയിട്ട്. പിന്നെ നമ്മൾ വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്, ഏകദേശം 8 എണ്ണമാണ്. സീഡ് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് സവാളയാണ്, ഏകദേശം 2 എണ്ണം തൊലി കളഞ്ഞെടുത്തു കേട്ടോ. ഇനി നമ്മൾ ഗാർലിക്കാണ് എടുത്തിരിക്കുന്നത്, ഏകദേശം 10-15 എണ്ണോളം വേണം കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അത്രയ്ക്ക് ഇട്ടുകഴിഞ്ഞാൽ. ഇനി നമ്മളിത് മുങ്ങിക്കിടക്കുന്ന പോലെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് 15 മിനിറ്റോളം വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റോളം വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലോണം വെന്തിട്ടുണ്ട് എല്ലാം. ഇനി നമ്മൾ കുറച്ച് നേരം ഇത് തണുക്കാൻ വേണ്ടി ഫാനിൻ്റെ ചോട്ടിൽ വെക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് മിക്സിങ് ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക കേട്ടോ. ഒട്ടും കുഞ്ഞു കുഞ്ഞു തരി പോലത്തെ കഷ്ണങ്ങളൊന്നും പാടില്ല. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല കേട്ടോ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ. ഇനി നമ്മൾ നേരത്തെ വേവിച്ച പാത്രത്തിലോട്ട് നമ്മുടെ ഈ പ്യൂരി നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് തിളയ്ക്കണം. നല്ലോണം തിളയ്ക്കുമ്പോൾ 1/2 കപ്പ് വെള്ളം നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്യുക. അപ്പോൾ അതിൽ മസാലയൊക്കെ ഇത്തിരി പറ്റി പിടിച്ചിരിക്കുന്നത് അതിൽ നിന്ന് പുറത്തേക്ക് വരും. ഇനി നമ്മൾ നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര പിന്നെ കുറച്ച് ഉപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഒറിഗാനോ ഇടാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് കൂടി ഇടാം. എൻ്റെ കയ്യിൽ ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാനത്. ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലോണം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഏകദേശം 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇത് ഇത്തിരി തിക്കാവുന്ന വരെ വെക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി പിസ്സ സോസ് റെഡിയായി. വീട്ടിലെന്തായാലും ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.